ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ സന്തോഷ്. കൂടുതൽ ദൃശ്യങ്ങൾ വരികയാണ്. അരവിന്ദ് കേജ്രിവാളുമായി പുറത്തു വന്ന വാഹനത്തിന് ചുറ്റും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ സന്തോഷ സൂചകമായി തടിച്ചുകൂടിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. തിഹാർ ജയിലിന്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അരവിന്ദ് കേജ്രിവാളിനെ കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുകയാണ്. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കേജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ഒപ്പമുണ്ട്. അനേകം പാർട്ടി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി എത്താൻ പോവുകയാണ്. സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയോടുകൂടി ഇടക്കാല ജാമ്യം 20 ദിവസത്തേക്ക് നൽകിയിരിക്കുന്നു. ജൂൺ 1 വരെ ജാമ്യം നൽകിയിരിക്കുകയാണ്. ഈ കേസിന്റെ മെറിറ്റിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുവാനുള്ള അവകാശം ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഒറ്റ കാര്യത്തിന്മേലാണ് ഇങ്ങനെ ഒരു ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ രീതിയിലുള്ള ഇടക്കാല ജാമ്യം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും സുപ്രീം കോടതി പോയില്ല. പക്ഷേ ഇടക്കാല ജാമ്യം നൽകരുത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്നീ കാര്യങ്ങൾ ഇന്ന് ഇഡിക്ക് വേണ്ടി അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അക്കാര്യങ്ങൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചതാണ്. ഇതിനു മുൻപ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിലും പറയുന്നുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുവാൻ അരവിന്ദ് കേജ്രിവാളിന് അനുവാദമില്ല എന്ന്. പക്ഷേ സുപ്രീം കോടതി ആ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വിധിയോടുകൂടി ഇന്ത്യ സഖ്യം പ്രതികരിച്ചിരിക്കുന്നത് കള്ളക്കേസിൽ കുടുക്കി അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലിട്ടതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുമെന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഉടൻ തന്നെ അരവിന്ദ് കേജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ തന്നെ ജയിലിനുള്ള മറുപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉയർത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ആവേശം വോട്ടാക്കി മാറ്റുന്നതിനുള്ള പ്രയത്നമായിരിക്കും വരും ദിവസങ്ങളിൽ നടത്താൻ പോകുന്നത്. ആഘോഷമാക്കുകയാണ് AAP പ്രവർത്തകർ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീ സന്തോഷ് ജോയ്, ഇത് ആവേശ നിമിഷങ്ങളാണല്ലോ ആപ്പിന്. ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കാൻ പറ്റുമെന്നും അവർ കരുതുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിലും പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുകയാണല്ലോ. എങ്ങനെ പ്രതിഫലിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്? കേജ്രിവാളിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. കേജ്രിവാൾ പുറത്തേക്ക് വന്ന് സ്വന്തം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം കൈവീശി കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. അതിനുള്ള വിലക്ക് സുപ്രീം കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അതിലേക്ക് അദ്ദേഹം പോവുകയില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ മറ്റു കാര്യങ്ങൾ, പ്രവർത്തകരെ ആവേശത്തിലാക്കുവാനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തത്സമയ ദൃശ്യങ്ങൾ തിഹാർ ജയിലിന് മുന്നിൽ നിന്ന് കാണുകയാണ്. ശ്രീ സന്തോഷ് ജോയ്, എങ്ങനെ കാണുന്നു? ഡൽഹിയും പഞ്ചാബും മാത്രം എങ്കിലും ഈ ഒരു ആവേശത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ടോ? മഞ്ജുഷ, ഒരുപക്ഷെ ന്യൂസ് 18 നമ്മുടെ കോടതിയിൽ ഉണ്ടായിരുന്ന ജേർണലിസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൽഹി ബോർഡർ വിട്ടു പോകാനുള്ള അനുവാദം ഈ ബെയിലിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കത് ക്ലിയർ ആക്കണം. എന്തായാലും ഈ ഒരു കേജ്രിവാളിന്റെ വരവ്, ഈ ജയിലിൽ നിന്ന് ബെയിൽ കിട്ടി വരുന്ന വരവ്, ഇതൊരു ഉന്മേഷം തന്നെ. ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയുടെ അടുത്തുള്ള അതിർത്തിയായ ഹരിയാനയിൽ, പഞ്ചാബിൽ, അത് മാത്രമല്ല വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ, ഇവിടൊക്കെ പോളിംഗ് ചെയ്യാൻ ഇനി സമയം കിടക്കുന്നതേ ഉള്ളൂ. ഒരു വലിയൊരു ആഘോഷത്തിന്റെ കാര്യം മാത്രമല്ല, ഒരു ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിന് സംശയമില്ല. അത് ആം ആദ്മി പാർട്ടി മാത്രമല്ല, അത് DMK ആകാം, TMC ആകാം, സമാജ്വാദി പാർട്ടി ആകാം, എല്ലാവർക്കും. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ ഓപ്പോസിഷൻ ലീഡേഴ്സിനെ അമർത്തുന്നു. ശ്രീ സന്തോഷ്, അരവിന്ദ് കേജ്രിവാൾ സംസാരിക്കുകയാണ്. അതിലേക്ക് പോകാം. അരവിന്ദ് കേജ്രിവാൾ സ്വന്തം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്.
सबको मिलके देश को तानाशाही से बचाना है। मैं तन मन धन से लड़ रहा हूँ, संघर्ष कर रहा हूँ तानाशाही के खिलाफ, लेकिन 140 करोड़ लोगों को तानाशाही से लड़ना पड़ेगा। आज आपके बीच में आगे वो अच्छा लग रहा है। कल सवेरे 11 बजे कनॉट प्लेस हनुमान मंदिर में मिलेंगे। हनुमान मंदिर के हनुमान जी के आशीर्वाद लेने जाएंगे, हनुमान जी के दर्शन करने जाएंगे। और कल 1 बजे पार्टी ऑफिस में प्रेस कॉन्फ्रेंस होगी। कल 11 बजे कनॉट प्लेस हनुमान मंदिर में सब लोग आना, ज्यादा से ज्यादा हनुमान जी के दर्शन करेंगे। और 1 बजे पार्टी ऑफिस में प्रेस कॉन्फ्रेंस होगी। आप सब लोगों का तहे दिल से बहुत बहुत शुक्रिया। അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം 1 മണിക്ക് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ആ മാധ്യമങ്ങളെയും കാണാൻ പോവുകയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇക്കാര്യവും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കുന്ന സംസാരമാണ് അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷം ഇപ്പോൾ നടത്തിയത്. നാളത്തെ കാര്യങ്ങൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഹനുമാൻ ക്ഷേത്രത്തിൽ രാവിലെ 11 മണിക്ക് അദ്ദേഹം പോകും. 1 മണിക്ക് പാർട്ടി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഈ 2 കാര്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം വസതിയിലേക്ക് പോവുകയാണ്. പ്രവർത്തകർ ഇപ്പോഴും ആവേശത്തോടു കൂടി തന്നെ കൂടി നിൽക്കുകയാണ് തിഹാർ ജയിലിന് മുന്നിൽ.